കേരളത്തിൽ മതഭീകരവാദ ശക്തികൾ ഇപ്പോൾ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിൽ 15 പേർക്ക് വധശിക്ഷ കിട്ടിയതിൽ ചില ആളുകൾ രണ്ടഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ MA ബേബിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് വരും. ഈ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. ഇതുപോലുള്ള മതഭീകരവാദ ശക്തികൾക്ക് തഴച്ചു വളരാൻ, അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഈ ഇടത് വലത് രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ടാണ്. തീവ്രവാദ ശക്തികളെ സഹായിച്ചവരാണിവർ. ഇപ്പോൾ 15 പേർക്ക് വധശിക്ഷ കിട്ടാവുന്ന രീതിയിൽ ഒരു കേസ് കേരളത്തിലുണ്ടായി. അതിന് ഉത്തരവാദി ഈ കൊന്ന കൊലയാളികൾ മാത്രമല്ല, അവർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം ഇവിടെ സൃഷ്ടിച്ച LDF UDF മുന്നണികളാണ്. മതഭീകരവാദ ശക്തികൾക്ക് വളരാൻ പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതാണ് നാം കണ്ടത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടാവാത്ത തരത്തിലുള്ള നീചമായ വർഗീയ നിലപാടാണ് കേരളം സ്വീകരിച്ചത്. കേരളത്തിൽ LDFും UDFും സ്വീകരിച്ചത്. ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മതന്യൂനപക്ഷങ്ങളടക്കം അതിനെ സ്വാഗതം ചെയ്തപ്പോൾ, അയോധ്യ കേസിൽ ലിറ്റിഗേഷന് പോയ ആളുകൾ പോലും അതിനെ സ്വാഗതം ചെയ്തപ്പോൾ, കേരളത്തിൽ മാത്രം സുപ്രീം കോടതി വിധിയോടെ നടന്ന ക്ഷേത്ര നിർമ്മാണത്തിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആരെയാണിത് സന്തോഷിപ്പിച്ചത്? ഇവിടുത്തെ തീവ്രവാദികളെയാണ്. ഏത് വിഷയത്തിലും നാം അതാണ് കാണുന്നത്. PFI നിരോധിച്ചപ്പോഴും അതുതന്നെയാണ് കണ്ടത്. PFIയെ നിരോധിച്ചപ്പോൾ ഈ വടകര, കോഴിക്കോട്, നാദാപുരം, കുറ്റ്യാടി, ചെക്കിയാട് ഇവിടെയെല്ലാം PFIക്കാർ CPMലും യൂത്ത് ലീഗിലും ചേർന്നിരിക്കുക. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അണികൾ നാദാപുരം, കുറ്റ്യാടി, വടകര, ചെക്കിയാട്, തൊട്ടിൽപ്പാലം ഈ പ്രദേശങ്ങളിലെല്ലാം കുറേ ആളുകൾ DYFI ചേർന്നു, കുറേ ആളുകൾ ഈ ലീഗിൽ ചേർന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? നിരോധിത ഭീകരവാദ സംഘടനയായ PFI അണികളെ സ്വന്തം പാർട്ടിയിൽ ചേർക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? മതഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയം. പകൽ DYFI ആയും രാത്രി PFI ആയും നടന്നവർ രാത്രിയും പകലും DYFI ആയി എന്ന് മാത്രമേ ഉള്ളൂ. പകൽ ലീഗായും രാത്രി PFI ആയും നടന്നവർ ഇപ്പോൾ നിരോധനത്തിന് ശേഷം രാത്രിയും പകലും ലീഗായി എന്ന് മാത്രമേ ഉള്ളൂ. ലീഗും CPMും തമ്മിൽ നടക്കുന്ന മത്സരം തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം PFI അണികളെ ചാക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന ഭീകരവാദ ശക്തികളോട് പോലും മൃദു സമീപനം കാണിക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ മാത്രമാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനമുന്നേറ്റമാണ് കേരള പദയാത്രയിലുടനീളം കാണുന്നത്. നരേന്ദ്രമോദി കേരളത്തെ അവഗണിക്കുകയല്ല, കേരളത്തെ പരിഗണിക്കുകയാണ് ചെയ്തത് എന്നുള്ള വസ്തുതയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയൻ്റെ ഗ്യാരണ്ടി പോലെ പാഴ് വാഗ്ദാനങ്ങളല്ല, എല്ലാം പറഞ്ഞത് നടക്കും. ഇപ്പോൾ തീവണ്ടി, പുതിയ തീവണ്ടിക്ക് വടകരയിലും തലശ്ശേരിയിലും, യശ്വന്ത്പൂറിന് കൊയിലാണ്ടിയിലും തലശ്ശേരി, വടകര എല്ലാം പറഞ്ഞത് നടപ്പാക്കുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി. പിണറായി വിജയൻ്റെ ഗ്യാരണ്ടി എല്ലാം ബഡായിയാണ്, എല്ലാം പറയുന്നു, ഒന്നും നടപ്പാക്കുന്നില്ല. അത് ജനം ഇവിടെ തിരിച്ചറിയുന്നുണ്ട്.